വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 2024 KTM ഡ്യൂക്ക് 390. ഈ ഇരിക്കുന്നത് 2024 വേർഷൻ അല്ല, അത് ലാസ്റ്റ് ഔട്ട് ഗോയിങ് മോഡലാണ്, അതായത് Gen 2. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ ആണ്. അതായത് 2024 വേർഷൻ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ബൈക്കിൽ നിന്നും, അതായത് Gen 2ൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, അതിലേക്ക് വെയിറ്റ് ചെയ്യണോ, ഈ Gen 2 വാങ്ങാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ്, ഈ ലാസ്റ്റ് ചാൻസ് ഉപയോഗിച്ച് ഈ ഒരു വണ്ടി വാങ്ങണോ, പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എപ്പോഴാണ് ഇന്ത്യയിൽ അവൈലബിൾ ആകാൻ പോകുന്നത്, എപ്പോഴാണ് ഇന്ത്യയിൽ സെയിൽ ചെയ്യാൻ പോകുന്നത്, ഇത്ര ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ആക്ച്വലി KTMൻ്റെ ഡ്യൂക്ക് 390 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ തന്നെയാണ്. എനിക്കൊന്ന് 2013 Gen 1 ഇറങ്ങിയത്, അതിനുശേഷം 2017 Gen 2 ഇറക്കി. അതായത് ഇങ്ങനത്തെ ഒരു വേരിയൻറ്റ് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്വെയർ സൈഡായിരുന്നു. അപ്പം അത് പരിഹരിച്ച് കുറച്ചുകൂടെ അഗ്രസീവ് ആക്കിയിട്ടാണ് ഇപ്പോൾ Gen 4 ഇറക്കാൻ പോകുന്നത്. ജസ്റ്റ് റോഡിലേക്ക് കയറിയിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് 390. ഓക്കെ, അപ്പം Gen 3ൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്സ് തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനൊരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷൻ ആയാലും ബാക്കിയെല്ലാം മൊത്തത്തിൽ ഒരു സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർഡ് ഡിസൈനാണ്. ഒരു ഇമ്പ്രൂവ്ഡ് ലുക്കായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് ലുക്കൊക്കെ മോശമായിട്ടുണ്ട് ഈ ഒരു വേർഷനെ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി ആ ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം Gen 1 കഴിഞ്ഞ് Gen 2 ഇറങ്ങിയ ഒരു സമയത്ത് ആൾക്കാർ പറഞ്ഞിരുന്നു അയ്യോ ഇതിനൊരു ഏലിയൻ്റെ ലുക്കായിരുന്നു, ഇതിന് ലുക്കില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ ആൾക്കാർ Gen 2 ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പം കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും Gen 3 ഇഷ്ടപ്പെടും. Gen 3 ഇൻഫാക്ട് കുറച്ച് ഭയങ്കര അഗ്രസീവ് ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമുണ്ട് കാണാൻ. ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 390 മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ഷ്രൗഡാണ്. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് പീസ് ഭയങ്കര വലുതാണ്. അത് ആക്ച്വലി ഹെഡ്ലൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് ശരിക്കും ആ ഒരു ബൈക്കിന് ഭയങ്കര ഒരു പ്രെഡേറ്റർ ലുക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു DRL സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലുക്കിൽ ആക്ച്വലി നമ്മൾ ആദ്യം കാണുന്നത് ആ ഒരു ടാങ്കിൻ്റെ സൈഡൊക്കെയാണ്. ഇതിനേക്കാളും കുറേ അഗ്രസീവ് ആയിട്ടുള്ള ലുക്കാവുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ അടുത്ത് വരെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇതുവരെയും ഡ്യൂക്ക് 390 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂക്ക് 390 ആക്ച്വലി 390cc ആയിരുന്നില്ല, അത് 373cc ആയിരുന്നു. ഇനി മുതൽ ഡ്യൂക്ക് 390 എന്ന് പറയുന്നത് 399cc ആണ്. അപ്പം റിവൈസ്ഡ് എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 373 399cc ആയ ഒരു സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വലുതാക്കിയിട്ടുണ്ട്. ഇതൊരു ലോങ് സ്ട്രോക്ക് ആക്കി കമ്പയർ ടു ദിസ് വൺ. അതായത് എൻഫീൽഡ് പോലത്തെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടി ലോങ് സ്ട്രോക്ക് എഞ്ചിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചും കൂടെ മിഡ് റേഞ്ചും കുറച്ചുകൂടെ ബോട്ടം എൻഡും പവർഫുൾ ആക്കി എടുക്കാനുള്ള രീതിയിലുള്ള ഒരു എഞ്ചിനായിട്ടാണ് നമ്മുടെ Gen 3 399cc ആയിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1 to 2 bhp കൂടുതലുണ്ട്, പിന്നെ ഒരു 2 Nm കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അതായത് വലിയൊരു ഡിഫറൻസ് അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടെ എന്താ പറയുക ഒരു പവർഫുൾ ആക്കാനുള്ള, ബോട്ടം എൻഡ് കുറച്ചുകൂടെ പവർഫുൾ ആക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് കാണുന്നത് ഈ ഒരു CC പമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ എമിഷൻ നോംസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പവർഫുൾ ആക്കാനും പറ്റില്ല, അതാണ് ഒരു വേറെ കാര്യം. ഇനി വേറെ വരുന്നൊരു മാറ്റമാണ്, അതായത് ലൈറ്റർ വീൽസ്. അപ്പോൾ ലൈറ്റർ വീൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് ജനറേഷൻ RC390 കാണുന്നത്, അതായത് Gen 2 RC390 കാണുന്ന അലോയ് വീൽസ് ഉണ്ടല്ലോ, അതായത് സ്പോക്സ് കുറവായിട്ടുള്ള, പിന്നെ ഹബ്ബ് ഹോളോ ആയിട്ടുള്ള ഒരു വീലാണ് ഇനി ഡ്യൂക്കിന് കിട്ടാൻ പോകുന്നത്. ഇവിടെയാണ് എനിക്ക് ആക്ച്വലി ചെറിയൊരു ഡൗട്ട് ഉള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RC പൊതുവേ ഒരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടിയായിരിക്കും ഈ മോശം റോഡുകളിലൊക്കെ എടുക്കുന്നത്. പക്ഷേ ഡ്യൂക്ക് അങ്ങനെയല്ല. ഡ്യൂക്ക് കുറച്ചുകൂടെ ഒരു സൂപ്പർ മോട്ടോ സ്റ്റൈലൊക്കെയാണ് ആൾക്കാർ ഓടിക്കുന്നത്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഇതുപോലെ ലൈറ്റർ വീല് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഓടിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഞാനൊരു പോയിൻ്റ് അവിടെ നോട്ട് ചെയ്യാണ്, കാരണം ലൈറ്റർ വീൽസാണ്, ഹോളോ ആയിട്ടുള്ള ഹബ്ബാണ് വരുന്നത്. അപ്പം അവിടെ അതിനുള്ളൊരു സാധ്യത ചെറുതായിട്ട് ഞാനൊന്ന് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കാം. ഇനി വേറെ ഒന്നൊരു മെയിൻ ഡിഫറൻസ് ആണ് ഈ TFT ഡാഷിന്. അതായത് ഈ TFT ഡാഷ് മാറിയിട്ട് വേറെ കുറച്ചുകൂടി ഒരു സ്ക്വയറിഷ് ഫോം ആയിട്ടുള്ള ഒരു റീഡബിൾ ഡാഷാണ് ഇപ്പം വരാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ റൈഡിംഗ് മോഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 റൈഡിംഗ് മോഡാണ് വരുന്നത്. അതായത് റെയിന്, സ്ട്രീറ്റ്, ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രാക്ക് മോഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ ഒരു ലോഞ്ച് കൺട്രോൾ കിട്ടുന്നുണ്ട്. ലോഞ്ച് കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാക്ക് ഫീച്ചറാണ്. ഒരു സ്ട്രീറ്റ് ബൈക്കിന് അതൊക്കെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഇത് കുറച്ചുകൂടി ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ട്, അതായത് കുറച്ചുകൂടി ഒരു ട്രാക്ക് എന്തൂസിയാസ്റ്റിന് ഓഫർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, വേറൊരു വലിയ അപ്ഡേറ്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുമെന്ന് പ്രതീക്ഷിക്കാം, അങ്ങനെയും പറയണം. സസ്പെൻഷൻ, അതായത് ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് WP-ൻ്റെ അപ്പെക്സ് ആണ് വരുന്നത്. അത് കംപ്രഷനും റീബൗണ്ടും അഡ്ജസ്റ്റബിൾ ആണ്.
പിന്നെ റെയർ സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രീലോഡ് റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു സൈഡിലേക്ക്, അതായത് നമ്മുടെ ഡുക്കാറ്റിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ രീതിയിലുള്ള ഒരു സൈഡിലേക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു റെയർ സസ്പെൻഷനാണുള്ളത്. അതായത് കുറച്ച് ഓഫ്സെറ്റ് ആണ്. അത് ഭയങ്കര ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് ആ ഒരു ബൈക്കിൽ കൊടുക്കുന്നത്. പൊതുവെ ഇറ്റാലിയൻസ് ആണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ KTM ആ ഒരു സെഗ്മെൻറ്റിലേക്ക് കയറുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ബ്രേക്കിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ട് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും RC390 കണ്ടുള്ള പോലത്തെ കുറഞ്ഞ അലോയ്സ് വെച്ചിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഹോളോ ഹബ്ബ് വരുന്നൊരു സമയത്ത് ഡിസ്ക് ബ്രേക്കിൻ്റെ മൗണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അലോയിലേക്കാണ്. അലോയിൻ്റെ സ്പോക്സ് കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് പോയിൻറ്റ്സും കുറവാണ്. അപ്പോൾ ഡിസ്കിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന ഒരു സമയത്ത് അതായത് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ അജൈലാക്കിയ വണ്ടി ഇറക്കാനുള്ള ഒരു പരിപാടിയാണ്. അതായത് അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കുക, അതാണ് KTM ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല മൊത്തം ബൈക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ബൈക്കിൽ നിന്നും പുതിയ ജെൻ 3ലേക്ക് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് ആണ്. സീറ്റ് ഹൈറ്റ് ഇതിന് വരുന്നത് 830 mm ആണ്. പുതിയ വരാൻ പോകുന്നത് 820 mm ആണ്. ആ 820 mm തന്നെ അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ് ആണ്. അതായത് ഈ സീറ്റിനടിയിൽ ഒരു റെയിലിംഗ് ഉണ്ട്, ഒരു പാഡിങ് പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. ആ സംഭവം റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് KTM പറയുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 800 mm വരും. അതായത് പിന്നെയും താന്നു. അപ്പോൾ കുറേ കൂടെ എന്താ പറയുക, ഷോർട്ട് റൈഡേഴ്സിന് കംഫർട്ടബിളായി എന്ന് പറയാം. പിന്നെ ടോളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ 820 mm തന്നെ ഓടിക്കാൻ വന്നതുള്ളൂ. അത് മാത്രമല്ല പിന്നെ ഇപ്പോഴത്തെ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അണ്ടർബെല്ലിയാണ് വന്നിട്ടുള്ളത്. ജെൻ 2ലാണ് നമ്മളിത് സൈഡ് മൗണ്ടഡ് എക്സോസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്തും കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ KTMൻ്റെ ശബ്ദമായിരുന്നു നല്ലത്, പുതിയതിനൊരു ക്യാരക്ടർ ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്യാരക്ടർ ഫീൽ ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് സൗണ്ടാണ് ഇപ്പോൾ ഇതിൽ കേൾക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടർ എക്സോസ്റ്റ് ആണ്. അണ്ടർബെല്ലി എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൗഡായിരിക്കും എന്തായാലും. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ് വരുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് താഴത്തേക്ക് കൊണ്ടുവരാണ്, സെൻറ്റർ ഓഫ് മാസ് താഴത്തേക്ക് കൊണ്ടുവരാണ്, മോർ എജൈലായിട്ടുള്ള ഒരു ബൈക്കാക്കാൻ പോവാണ്. പിന്നെ വേറൊരു സംഭവം ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് 400 കണ്ടിട്ടുള്ള അതേ എഞ്ചിൻ കോൺഫിഗറേഷനാണ് കാണുന്നത്. പക്ഷേ അതുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം KTM ഓൾവേസ് അതിൻ്റെ ഫ്യൂലിംഗ് ഡിഫറെൻ്റ് ആയിട്ടാണ് വയ്ക്കാറ്. പിന്നെ ഗിയറിങ് ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ സ്പ്രോക്കറ്റിംഗ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് സ്പീഡ് 400 ആയിട്ട് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ വരാൻ സാധ്യതയില്ല. കാരണം നമ്മളിപ്പോൾ ഡൊമിന 400 ഡ്യൂക്ക് 390 നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ടോ അതേ ഡിഫറൻസ് തന്നെ ആയിരിക്കും ഈ സ്പീഡ് 400 വേഴ്സസ് ജനറേഷൻ 3 ഡ്യൂക്ക് 390 ആയിട്ട് ഉണ്ടാവുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുതിയ വണ്ടി ആക്ച്വലി വരുന്ന 2 കളേഴ്സിലായിരിക്കും, ഒന്നൊരു ബ്ലൂ കളറും ഒന്നൊരു ഓറഞ്ച് കളറും. അപ്പം എനിക്ക് പേഴ്സണലി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബ്ലൂവിന് പകരം ബ്ലാക്ക് വന്നിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഫീലാണ്. അതല്ലാത്ത പക്ഷം ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ കളർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു ബ്ലൂ കളറിനകത്ത് ഒരു ഓറഞ്ച് കളർ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബൈക്കിൻ്റെ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഫ്രെയിം അലൂമിനിയം കാസ്റ്റാണ് വന്നിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ വണ്ടി ലൈറ്റാക്കാനും വണ്ടി അജൈലാക്കാനും നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, അതായത് പുതിയ ബൈക്കിന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ലാസ്റ്റ് യൂണിറ്റ്സ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അടുത്ത ഷോറൂമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു ചെറിയ ഡിസ്കൗണ്ടഡ് പ്രൈസിനും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് 390 നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി വാങ്ങുക. ഇത് നല്ലൊരു ബൈക്കാണ്. അതല്ല നിങ്ങളിപ്പം കുറേ കൂടെ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് നോക്കുന്നത് വിചാരിക്കുക. എനിക്ക് അങ്ങനെ തോന്നുന്നു. അതായത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, പിന്നെ അൺസ്പ്രങ് വെയിറ്റ് കുറച്ചിട്ടുണ്ട്, മോർ അജൈലാക്കാൻ വേണ്ടിയിട്ട് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ചുകൂടെ അഗ്രഷൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ട്രാക്ക് ബൈക്കായിട്ടാണ്. അപ്പം RC390 ആക്ച്വലി നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇനി വരാൻ പോകുന്നത് ഡ്യൂക്ക് 390. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം മോർ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മോർ അഗ്രസീവായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടു. ഇനി ഇതിപ്പം എപ്പോൾ ലോഞ്ച് ചെയ്യും, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അത് തുറന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തായാലും വെരി സൂൺ ഞാനത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് തരണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിലെ അടുത്ത 4 റിവ്യൂസിനുള്ളിൽ ആ ബൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല എക്സ്പെക്റ്റഡ് പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പ്രൈസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബജാജാണ്. ആ ഒരു ഇതിൽ എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഡ്യൂക്ക് 390 വിൽക്കുന്ന അതേ കോസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ചെറിയൊരു മാർജിനിൽ മാത്രം ഈ ജെൻ 3 വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരിപ്പോൾ ബിസിനസ് പഠിച്ചിട്ടുണ്ട്. ബജാജും KTM ട്രയംഫും എല്ലാം കൂടെ ചേർന്നതിന് ശേഷം ബിസിനസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് 400 അതുപോലെ നല്ലൊരു പ്രൈസ് ഫാക്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാങ്ങേണ്ടവരാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് അല്ല തന്നെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല നിങ്ങളൊരു പ്രൂഡ് ആയിട്ടുള്ളൊരു ബൈക്കിൽ മാത്രമാണ് നോക്കുന്നത്, ഡെഫിനറ്റ്ലി യു ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ പറഞ്ഞു അലോയ് വീൽസിൻ്റെ കാര്യമൊക്കെ നമുക്കൊന്ന് ഓടിച്ചു കഴിഞ്ഞാലേ നമുക്കൊന്ന് അറിയാൻ പറ്റുള്ളൂ. അതൊരു ബ്രാൻഡ് ന്യൂ അലോയ് ആണെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഡ്യൂക്ക് പോലത്തെ ഒരു വണ്ടിയിൽ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് സ്ട്രീറ്റിൽ ഓടിക്കുന്നൊരു വണ്ടിയിൽ വരുന്നൊരു സമയത്ത് അതിന് അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം.
പിന്നെ ശരിക്കും ഇത് ഓടിച്ചാൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല ജെൻ 3ക്ക് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നു എന്നാണ് കേട്ടത്. അത് ലാസ്റ്റ് ടൈം RC 390 കണ്ട പോലത്തെ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ആണെങ്കിൽ വരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒന്നുമല്ല, അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒന്നുമല്ല. പക്ഷേ നമ്മൾ ഡ്യൂക്ക് 790 കണ്ട പോലത്തെ ഉള്ള ക്വിക്ക് ഷിഫ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വെൽക്കമിങ് ആണ്. അല്ലാതെ പേരിനൊരു ക്വിക്ക് ഷിഫ്റ്റർ ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയാണ് നമ്മുടെ പുതിയ ഡ്യൂക്ക് 390 കുറിച്ചുള്ള വിശേഷങ്ങൾ. എനിക്കറിയാം വളരെ പെട്ടെന്നായിരിക്കും അടുത്ത നമ്മുടെ ഇതിൻ്റെ വീഡിയോ വരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു അഭിപ്രായം വരുന്നതാണ്. പറ്റുകയാണെങ്കിൽ ഒരു ലോങ് ടേമിനും വേണ്ടിയിട്ട് വണ്ടി കുറച്ച് കാലം കയ്യിൽ വെച്ചിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ചോദിക്കുന്നതാണ് KTMൻ്റെ അടുത്ത്. കാരണം ഞാൻ വളരെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു ബൈക്കാണ് ന്യൂ ജെൻ 390 എന്ന് പറയുന്നത്. ഞാനൊരു വലിയൊരു സൂപ്പർ ഡ്യൂക്ക് ആരാധകനാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ 390 പുഷ് ചെയ്തുകൊണ്ട് വരികയാണ്. വളരെ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ KTMൻ്റെ പല മോഡൽസ് എനിക്കിപ്പോൾ ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനൊരു 690 ഓടിച്ചു, അതൊരു അപാരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 790 ഓടിച്ചിട്ടുണ്ട്, ഇനി 890 ഓടിക്കണം, 1290 ഓടിക്കണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഓടിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ള 390 ആണ് ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് സെഡേറ്റഡ് വൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേര് ദോഷം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ബൈക്ക് ഇപ്പോൾ ജെൻ 3 ആക്കി ഇറക്കുന്നത്, കുറച്ചുകൂടെ അഗ്രസീവായിട്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ റിവ്യൂ വീഡിയോയിൽ കാണാം. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.